പണ്ട് കാലത്ത് ബേസിക്കലി സപ്പോർട്ട് മദർ ഇൻ ലോയും മദറും ഒക്കെയാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ കാണുന്നത് കൂടുതലും ഹസ്ബൻഡ്സ് ആണ് സപ്പോർട്ടിന് കൂടുതൽ വരുന്നത്. കാരണം നമുക്ക് ട്രിവാൻഡ്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പേഷ്യൻസ് പലരും ഈ ടെക്കീസ് ആണ്. ഈ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫോസിസ് അങ്ങനെയുള്ള നമ്മുടെ ഗവൺമെൻറ് ജോലിയൊന്നും ബേസിക്കലി ഇപ്പോൾ എല്ലാവരും ടെക്കീസ് ആണല്ലോ കൂടുതലും നമുക്ക് നമ്മുടെ സിറ്റികളിലുള്ളത്. അപ്പോൾ അവർ താമസിക്കുന്നത് എങ്ങനെയാണ്? ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്. ഹസ്ബൻഡും വൈഫും മാത്രമായിരിക്കും. ആവശ്യത്തിന് മാത്രമേ അമ്മ വിളിക്കൂ. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പം ബേസ് കൂടുതലും കാണുന്നത്. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. അപ്പോൾ ഞാൻ കണ്ടിടത്തോളം പണ്ട് കാലത്തേക്കാളും ഹസ്ബൻഡ്സ് കുറച്ചും കൂടെ ഇൻവോൾവ് ആണ് ഈ വൈഫിനെ പരിപാലിക്കുന്ന കാര്യത്തിൽ. ഞാൻ കണ്ടിടത്തോളം വളരെ നന്നായിട്ട് ഇപ്പോഴത്തെ ഒരു രീതിയിൽ ഹസ്ബൻഡ്സ് ഇപ്പം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ സാധാരണ ഇതിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ വെച്ചാൽ ആദ്യത്തെ 3 മാസം പ്രഗ്നൻ്റ് ആയിട്ട് ആ സമയത്ത് ചില പേഷ്യൻസിനോട് റെസ്റ്റ് എടുക്കാൻ പറയാറുണ്ട്. കാരണം ആദ്യത്തെ 3 മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അബോർഷൻ ഒന്നും വരാതിരിക്കാൻ. ആ സമയത്ത് ഇപ്പോഴും എനിക്കറിയാം പല പേഷ്യൻസിനോട് നമ്മൾ പറയുമ്പോൾ ഹസ്ബൻഡ് രാവിലെ എല്ലാ പാചകവും ചെയ്ത് തുണി അലക്കി എല്ലാം ചെയ്തിട്ട് പോകുന്ന ഹസ്ബൻഡ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ആസ്പെക്റ്റ് ആണെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ അമ്മയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അങ്ങനെയുള്ളപ്പം ദേ ആർ സപ്പോർട്ടിങ് വെരി വെൽ. അതുപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറിയും പിന്നെ അവരുടെ ഹസ്ബൻഡ് സപ്പോർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആസ് വെൽ ആസ് ഇപ്പോൾ അമ്മയും മദർ ഇൻ ലോയും ഉണ്ടെങ്കിൽ ദേ ഷുഡ് ഓൾസോ. പക്ഷേ ക്ലാഷ് വരരുത്. ഒരാൾക്കൊരു അഭിപ്രായം മറ്റൊരാൾക്ക് മറ്റൊരു അഭിപ്രായം ഇതെല്ലാം കൂടെ ആകുമ്പം കുട്ടിക്ക് സ്ട്രെസ് വരും. അപ്പോൾ എല്ലാവരും ഒരുപോലെ ഒരു എന്താ പറയുക പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീയെ ഒരു നല്ല രീതിയിൽ സന്തോഷമായിട്ട് അമ്മയും കുഞ്ഞിനെയും പരിപാലിക്കുക